ഇന്നത്തെ മാതൃഭൂമിയിൽ എന്ന് വെച്ചാൽ 2024 ഫെബ്രുവരി 18 മാതൃഭൂമി ദിനപത്രത്തിൽ 7ാമത്തെ പേജിൽ ഒരു വലിയ വാർത്തയുണ്ട്. 4 കോളം വാർത്തയാണ്. തലക്കെട്ട് ഇങ്ങനെയാണ്: VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി കുസാറ്റ് പ്രതിനിധിയെ നൽകും, പറ്റില്ലെന്ന് ഗവർണറോട് കേരള. എന്ന് വെച്ചാൽ കുസാറ്റ് സർവകലാശാല പ്രതിനിധിയെ നൽകും, പറ്റില്ലെന്ന് ഗവർണറോട് കേരള സർവകലാശാല എന്നാണ് ഈ വാർത്തയുടെ തലക്കെട്ട് നമ്മോട് പറയുന്നത്. വാർത്ത ഇങ്ങനെയാണ്: വൈസ് ചാൻസലർ നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാനാവില്ലെന്ന് കേരള സർവകലാശാല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അറിയിച്ചു. കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാനാണ് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കുസാറ്റ് തീരുമാനം. ആസൂത്രണ ബോർഡ് അംഗം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിലെ പ്രൊഫസറുമായ ഡോക്ടർ ആർ രാംകുമാറിനെയാണ് സർവകലാശാല പ്രതിനിധിയായി സിൻഡിക്കേറ്റ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. VC നിയമനത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടെയാണ് കുസാറ്റിന്റെ തീരുമാനമെന്നതും ശ്രദ്ധേയമാണ്. സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ടെന്ന് കാർഷിക സർവകലാശാലയും തീരുമാനിച്ചിരുന്നു. മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ച സെനറ്റ് യോഗം ബഹളത്തിനിടെ പാസാക്കിയ തീരുമാനമാണ് കേരള സർവകലാശാല ശനിയാഴ്ച ഗവർണറെ ഔദ്യോഗികമായി അറിയിച്ചത്. മന്ത്രി ബിന്ദു ഒപ്പിട്ട മിനിറ്റ്സ് സഹിതമുള്ള അറിയിപ്പാണ് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ രാജ്ഭവനിൽ അയച്ചത്. മിനിറ്റ്സിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഒപ്പിട്ടിട്ടില്ല. താൻ അധ്യക്ഷത വഹിക്കാത്ത യോഗ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാവില്ലെന്ന് VC മന്ത്രിയോട് വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ സെനറ്റിൽ മന്ത്രി അധ്യക്ഷത വഹിച്ചത് ചട്ടലംഘനമാണെന്നും സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പേരുകൾ ഉയർന്നിട്ടും പരിഗണിക്കാത്തത് ചൂണ്ടിക്കാട്ടി നിയമയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷവും ഗവർണറുടെ നോമിനികളും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. ഈ വാർത്ത വായിക്കുമ്പോൾ എന്താണ് തോന്നുക? കേരള സർവകലാശാല സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കുന്നില്ല. ആ തീരുമാനമാണ് കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗം എടുത്തിരിക്കുന്നത്. അതേപോലെ കേരള കാർഷിക സർവകലാശാലയും സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കുന്നില്ല. പിന്നെ കുസാറ്റ് അയക്കുന്നു, കൊച്ചിൻ സർവകലാശാല അയക്കുന്നു. എന്തുകൊണ്ട്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ വാർത്തയിൽ എവിടെയും കാണാൻ കഴിയില്ല. അതൊരു കുത്തിത്തീർപ്പാണ്. കാരണം എന്താണ്? 2 സർവകലാശാല അയക്കുന്നില്ല, ഒരു സർവകലാശാല അയക്കുന്നു. ആ സർവകലാശാലക്ക് അയക്കാം, ഈ സർവകലാശാല എന്തുകൊണ്ട് അയക്കുന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരുന്നില്ലേ? ഇത് സർക്കാരിന്റെ കളിയാണ്, സർക്കാരാണ് അതിൽ പിന്നിൽ കളിക്കുന്നത് എന്ന തോന്നൽ ഉണ്ടാകില്ലേ? അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് അറിയണമെങ്കിൽ നമ്മൾ ദേശാഭിമാനി വായിക്കേണ്ടി വരുന്നു എന്നതാണ് മാതൃഭൂമി പത്രത്തിന്റെ ഒരു പരാജയം. ഇവിടെ നമുക്ക് മാതൃഭൂമി പത്രം മാറ്റിവെച്ച് ദേശാഭിമാനി ഒന്നെടുത്ത് നോക്കാം. തലക്കെട്ട് ഇങ്ങനെയാണ്: കുസാറ്റ് VC നിയമനം, ഡോക്ടർ ആർ രാംകുമാർ സിൻഡിക്കേറ്റ് പ്രതിനിധി. ദേശാഭിമാനിയുടെ 10ാമത്തെ പേജിൽ വന്ന വാർത്ത. ഇന്നത്തെ ദേശാഭിമാനിയാണ് എന്ന് വെച്ചാൽ 2024 ഫെബ്രുവരി 18 ദേശാഭിമാനി ദിനപത്രത്തിന്റെ 10ാം പേജിലെ വാർത്ത. തലക്കെട്ട് ഒന്നുകൂടി വായിക്കാം: കുസാറ്റ് VC നിയമനം, ഡോക്ടർ ആർ രാംകുമാർ സിൻഡിക്കേറ്റ് പ്രതിനിധി എന്ന്. എന്നാൽ മാതൃഭൂമി കൊടുത്ത തലക്കെട്ട് നോക്കൂ: കുസാറ്റ് പ്രതിനിധിയെ നൽകും, പറ്റില്ലെന്ന് ഗവർണറോട് കേരള. VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മാതൃഭൂമി. ആ വാർത്ത മുഴുവൻ വായിച്ചതാണ്. അതിലെവിടെയും എന്തുകൊണ്ട് കുസാറ്റ് പ്രതിനിധിയെ അയക്കുന്നു എന്ന് പറയുന്നില്ല. അത് പറയുകയാണ് ദേശാഭിമാനി. കുസാറ്റ് വൈസ് ചാൻസലറെ നിർദ്ദേശിക്കാനുള്ള 3-അംഗ സമിതിയിലേക്ക് സിൻഡിക്കേറ്റ് പ്രതിനിധിയായി ഡോക്ടർ ആർ രാംകുമാറിനെ തെരഞ്ഞെടുത്തു. ശനിയാഴ്ച നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിലെ പ്രൊഫസറാണ് ഡോക്ടർ രാംകുമാർ. 1986 കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നിയമപ്രകാരം UGC പ്രതിനിധി, കേരള സർക്കാർ പ്രതിനിധി എന്നിവരാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ. ആരില്ല? ഗവർണറുടെ പ്രതിനിധി ഈ സമിതിയിൽ ഇല്ല. 1986 കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നിയമപ്രകാരം UGC പ്രതിനിധി, കേരള സർക്കാർ പ്രതിനിധി എന്നിവരാണ് സമിതിയിലേക്ക് ഉള്ള മറ്റ് അംഗങ്ങൾ. സർവകലാശാല പ്രതിനിധി കൂടാതെ ഉള്ള പ്രതിനിധി ഒന്ന് UGC പ്രതിനിധിയാണ്, മറ്റൊന്ന് കേരള സർക്കാർ പ്രതിനിധിയാണ്. കുസാറ്റിൽ VCയെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഗവർണർക്ക് നോമിനിയില്ല. സമിതിക്ക് ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ച് ഒരാളുടെ പേര് മാത്രമോ ഒരു പാനലോ ചാൻസലറുടെ പരിഗണനയ്ക്കായി അയക്കാം. 3 മാസമാണ് സമിതിയുടെ കാലാവധി. ഈ സമയപരിധിക്കുള്ളിൽ VCയുടെ പേര് നിർദ്ദേശിക്കാനായില്ലെങ്കിൽ പിന്നീട് പുതിയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തണം. സിൻഡിക്കേറ്റ് യോഗത്തിൽ നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ PG ശങ്കരൻ അധ്യക്ഷനായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് കുസാറ്റ് അയച്ചത്? കുസാറ്റിൽ ഗവർണറുടെ പ്രതിനിധിയില്ല. ഗവർണറുടെ പ്രതിനിധിയും UGC പ്രതിനിധിയും സർവകലാശാലയുടെ പ്രതിനിധിയുമാണ് മറ്റ് സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി ഉള്ളത്. UGC പ്രതിനിധി ആരായിരിക്കും? സംഘപരിവാറുകാരനായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഗവർണറുടെ പ്രതിനിധി ആരായിരിക്കും? സംഘപരിവാറുകാരനായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ സർവകലാശാലയുടെ പ്രതിനിധി അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ? ഭൂരിപക്ഷ തീരുമാനപ്രകാരം സംഘപരിവാറുകാരൻ്റെ പേര് നിർദ്ദേശിക്കും. ആ പേര് ഗവർണർ അംഗീകരിക്കുകയും ചെയ്യും. അങ്ങനെ വൈസ് ചാൻസലർമാർ സംഘപരിവാറുകാരനായി മാറും.
സംഘപരിവാറുകാരുടെ സർവകലാശാലയുടെ തലപ്പത്ത് എത്തിക്കും. അതാണ് ഗവർണറുടെ BJPയുടെ RSSന്റെ നീക്കങ്ങൾക്ക് പിറകിൽ. അത് നടക്കില്ല എന്നാണ് കേരള സർവകലാശാലയും കാർഷിക സർവകലാശാലയും പറയുന്നത്. പക്ഷെ കുസാറ്റ് അയച്ചത് എന്തുകൊണ്ടാണ്? അവിടെ ഗവർണറുടെ പ്രതിനിധി ഇല്ല. ഗവർണറുടെ പ്രതിനിധി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഭൂരിപക്ഷം സർവകലാശാല പ്രതിനിധിയും അതോടൊപ്പം തന്നെ സർക്കാർ പ്രതിനിധിയുമാണ്. അവർക്ക് ഉചിതമായ ആളെ വൈസ് ചാൻസലറായി നിയമിക്കാം. അവിടെ സംഘപരിവാറുകാരനെ നിയമിക്കാൻ ഗവർണർക്ക് കഴിയില്ല. അത് മനസ്സിലാക്കിയാണ്, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സിൻഡിക്കേറ്റ് യോഗം തീരുമാനമെടുത്തത് സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ അയക്കാമെന്ന്. എന്നാൽ അത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയില്ല. അത് എങ്ങാനും ഈ ഗവർണർക്ക് എതിരായി മാറുമോ, അതല്ലെങ്കിൽ ഗവർണറെ മുന്നിൽ നിർത്തി നടത്തുന്ന ഈ സമരത്തിന്, ഇപ്പോൾ സംഘപരിവാറുകാർ നടത്തുന്ന സമരത്തെ UDF കൂടി സഹായിക്കുന്നുണ്ടല്ലോ, അവർക്ക് എതിരായി മാറുമോ? ഇതാണ് ചിന്ത. അതുകൊണ്ട് അത് പറയില്ല. അങ്ങനെ ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി സർക്കാരിനെതിരായ വികാരം വീണ്ടും വീണ്ടും ഉയർത്താൻ ശ്രമിക്കുക. ഇതാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം വായിച്ചു എന്നേ ഉള്ളൂ. സംഘപരിവാറും അതോടൊപ്പം UDFും ഒന്നിച്ചു നിന്ന് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണം കൂടിയാണ് ഇത്.